ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഏകദേശം നേരമൊക്കെ ഇതാ വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചോറിന് വെള്ളം വെച്ചിരിക്കുകയാണ്. പിന്നെ റിയാസ്ക്ക് റേഷ്മളൊക്കെ എണിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അവർ എണിക്കുമ്പോഴത്തേനും എണിച്ച് പോകുമ്പോഴത്തേനും ചോറൊക്കെ റെഡിയാക്കണം. പിന്നെ ഞാൻ വൃത്തിയാക്കണം. ഇപ്പുറത്തെ അടുക്കള ഒന്ന് വൃത്തിയാക്കി കേട്ടോ. നനച്ചുള്ളിപ്പണി അപ്പോൾ ആ വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ പറ്റിയില്ല. ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റുന്ന കാര്യം ആലോചിച്ചപ്പോൾ ഞാൻ എടുത്തില്ല കേട്ടോ ആ വീഡിയോ. പിന്നെ അടുക്കള ഒന്ന് റെഡി ആയ ശേഷം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതാ ഇവിടെയൊക്കെ ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഈ ജനലും ആ ജനലും പിന്നെ നമ്മുടെ കമ്പി സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകി, പാത്രങ്ങളൊക്കെ പഴയതൊക്കെ മാറ്റി പുതിയതൊക്കെ റെഡിയാക്കി. അപ്പോൾ ഉപയോഗിക്കണം മാത്രം എടുത്തു, ബാക്കിയൊക്കെ എടുത്തു വെച്ചു. അങ്ങനെ നമ്മുടെ അടുക്കള ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചോറിന് വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. റിൻഷി മോൾക്ക് ഇനി സ്കൂളിൽ പോകുമ്പോഴത്തേനും ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം പരിപ്പും കുമ്പളങ്ങയും മുരിങ്ങക്കായൊക്കെ ഇട്ട് ചാറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുണ്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ആൾക്ക് 2-3 പപ്പടങ്ങൾ പൊരിച്ചൊന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഇതാ ചോറ് ഞാൻ തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ റിയാസ്ക്കാക്ക് എണിച്ചപാടും കട്ടൻ കിട്ടണം. അപ്പോൾ ഇതാ കട്ടൻ ചായ വെക്കാൻ വേണ്ടി ചായ വെക്കുക കേട്ടോ. അങ്ങനെ ഇതാ അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ കമ്പി സ്റ്റാൻഡ് മാറ്റിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഓരോ ഭാഗം അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഞാൻ കറ പിടിച്ചാലോ അത് പേടിച്ചിട്ട് കുറച്ച് ഇതാകുമ്പോൾ അങ്ങോട്ട് മാറ്റി വെക്കുമ്പോൾ അപ്പോൾ ഞാൻ കുടമൊക്കെ ഇപ്പുറത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇത്തിരി നല്ല നീറ്റായി ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് കാണിച്ചു കേട്ടോ വീഡിയോയിൽ. അപ്പോൾ അതങ്ങനെ ആ വീഡിയോ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്നൊരു മടി വന്നു. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഭയങ്കര മടിയാട്ടോ ചില സമയത്ത് വീഡിയോ എടുക്കാൻ. കാരണം നമുക്കിത് കാണുന്നവർക്ക് സിമ്പിളായിരിക്കും, പക്ഷെ നമുക്കത് എടുക്കുമ്പോൾ ഇങ്ങനെ ഫോൺ അവിടെ വെച്ച് ഇവിടെ വെച്ചൊക്കെ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ ഇത്തിരി. പിന്നെ സ്റ്റാൻഡ് ഉണ്ട് ചെറുത്, എന്നാലും നമുക്ക് ചില സമയത്ത് ഭയങ്കര മടിയായിരിക്കും കേട്ടോ. ചില സമയത്ത് ഒരു ഉഷാറും ഉന്മേഷമൊന്നും ഉണ്ടാവില്ല. എന്നാലും പിന്നെയും നമുക്ക് എന്താ പറയുക, പണിയെടുത്താലേ കൂലി കിട്ടും എന്ന് പറഞ്ഞ പോലെ നമ്മൾ നല്ല അധ്വാനിക്കണം. എന്നാൽ തന്നെ നമുക്കതൊന്നും എന്തെങ്കിലും ഒരു ഏണീസ് ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ഈ ചോറ് വാറ്റുമ്പോഴേട്ടോ ഭയങ്കര പേടിയാണ്. അപ്പം നമുക്കിവിടെ അടുപ്പത്തിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ചോറ് ഇങ്ങനെ ഓരോ ഇതിൻ്റെ മേലെ കയറ്റി വെച്ച് ഇങ്ങനെ വടിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. പെട്ടെന്ന് മറിയോ എന്നൊക്കെ പേടിച്ചിട്ട്, കൈ പൊള്ളോ എന്നൊക്കെ പേടിച്ചിട്ട്. അപ്പം ഞാനിന്ന് കുക്കറിൻ്റെ മേലെ കയറ്റിയിട്ടാട്ടോ വടിച്ചെടുക്കണത്. നമുക്ക് പഴയ വീട്ടിലാകുമ്പോൾ നമുക്ക് അടുപ്പത്തിട്ടുള്ളത് കൊണ്ട് അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അടുപ്പത്തിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഭയങ്കര പാടാട്ടോ, പേടിയാവും ചില സമയത്ത്. അപ്പോൾ ഇതാ ചാറൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കണ്ട. ഇനി പപ്പടം ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. എന്തായാലും പപ്പടം പൊരിക്കുമ്പോൾ പപ്പടം വലുതാക്കി പൊരിച്ച് കഴിഞ്ഞാൽ ചുങ്ങിപ്പോവും. അപ്പോൾ പൊടിയായിട്ട് ഇങ്ങനെ വറുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവൾക്ക് അങ്ങനെ വറുക്കണതിന് ഇഷ്ടം. പിന്നെ നമ്മുടെ മുകളിൽ ഭയങ്കര കാറ്റാണ് കേട്ടോ. നമുക്ക് വോയിസ് കൊടുക്കുമ്പോൾ ഒരു പരപരപ്പ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എവിടെ ഇരുന്നാലും നമുക്ക് നല്ല കാറ്റുണ്ടാവും വോയിസ് കൊടുക്കുന്ന സമയത്ത്. പ്രത്യേകിച്ച് മുകളിലായതുകൊണ്ട് ഭയങ്കര കാറ്റിൻ്റെ ഒരു ശല്യം. നമുക്ക് വാതിലൊക്കെ തുറന്നിട്ട് അടിച്ചു വരുമ്പോഴൊക്കെ നല്ല കാറ്റാട്ടോ. പിന്നെ ഇതാ ചോറ് ഞാൻ അവൾക്ക് പപ്പടമൊക്കെ നാക്കി കൊടുക്കുകയാണ്. പിന്നെ കവറിൽ കെട്ടിയിട്ട് ഇങ്ങനെ ബാഗിൽ വെച്ചു. അപ്പോൾ അത്ര തണുക്കില്ലല്ലോ. പിന്നെ കുപ്പി പൊതുവെ ഡപ്പ ഒന്ന് ഇങ്ങനെ നെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും ചൂട് ആറിയ ശേഷം ഞാൻ ചാറാക്കുകയുള്ളൂ, ചൂടോടെ ആക്കുകയില്ല. ഒരു പാത്രത്തിൽ കൊഴിച്ച് വെച്ച് പിന്നെ ചൂടാറിയ ശേഷം അതിലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് പപ്പടും പരിപ്പ് കറിയും കുമ്പളങ്ങയും മുരിങ്ങക്കായും പരിപ്പൊക്കെ ഇട്ടുള്ള ഒരു കറി കേട്ടോ. പിന്നെ അവൾക്ക് പിന്നെ കഷ്ണങ്ങളൊന്നും കഴിക്കില്ല, വെറും ചാറ് മാത്രം മതി. എന്നാലും ഞാനൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരികൾക്കും പപ്പടമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി അധികം വറുത്തിട്ടുണ്ട് കേട്ടോ. അവർ പിന്നെ പങ്കിയിട്ട് എല്ലാവരും കഴിക്കുള്ളൂ. എന്ത് കൊണ്ടുവന്നാലും എല്ലാവരും അപ്പോൾ എടുക്കും കേട്ടോ. അങ്ങനെ ഇതാ 10ാം ക്ലാസ്സും കഴിയാനായി, ഇനിയിപ്പോൾ സെൻഡ് ഓഫ് ഒക്കെ ആവാനായി. അപ്പോൾ അങ്ങനെ ഞാൻ അവൾക്കുള്ള ചോറും കറിയും ഒക്കെ ആക്കുകയാണ് കേട്ടോ. അപ്പത്തിനൊക്കെ എണിച്ചിങ്ങനെ റെഡിയാവും. പോണ വീട് എനിക്ക് എടുക്കാനും പറ്റിയില്ല. പിന്നെ വേറെ പണിയൊന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ ചോറുണ്ടല്ലോ, ഇനിയിപ്പോൾ വെക്കൊന്നും വേണ്ട. പിന്നെ ഇന്നലത്തെ കുറച്ച് കുട്ടികൾ ഈ കോളുകൊണ്ടൊക്കെ തിന്നിട്ടേ ചോറ് ലേശം ബാക്കിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ഇത്തിരി കൊണ്ടാട്ടം ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും സ്കൂളിലൊക്കെ പോയി വന്നിട്ട് സമാധാനത്തിന് മെല്ലെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഇവിടെ പിന്നെ മുകളിലെ എന്തും നമുക്ക് ഇട്ട് ഉണക്കിയെടുക്കാം കേട്ടോ. അതിനുള്ള സൗകര്യമുള്ളത് കൊണ്ട് ഇപ്പോൾ ഗോതമ്പും പച്ചരിയും എന്ത് വേണമെങ്കിലും നമുക്ക് കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമുക്ക് ആദ്യം ഇരുന്ന് അവിടെ അങ്ങനെ ഒന്നും വെക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നായ്ക്കളൊക്കെ ഓടുന്ന കാരണം
പിന്നെ ഇവിടെ ഇപ്പോൾ മുകളിൽ പേടിയൊന്നുമില്ല, ചെറുതായിട്ട് കാക്കി മരുന്ന് വരുമോയെന്നൊന്നും അറിയില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണങ്ങാനിടാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്നിങ്ങനെ വിചാരിച്ചു കുറച്ച് കൊണ്ടാട്ടം ഉണ്ടാക്കി മുകളിൽ ഉണങ്ങാനിടണം എന്ന്. അപ്പോൾ പിന്നെയൊക്കെ ഒന്ന് കൊണ്ടുവിട്ട് വന്നിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ അതാ നമ്മുടെ ഫാത്തിമക്കുട്ടി മുത്തുമണീസൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അവർ പോകാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഞാനിന്ന് റിയാസ്ക്ക് അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ വന്ന് വീട്ടിൽ വിളിച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു റിയാസ്ക്കൊക്കെ ഇതുവരെ വരണ്ടേ, ഞാൻ കടൻ്റെ അവിടെ പോയി നിൽക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ റിയാസ്ക്കൊരു 9:45 വരും. അപ്പോൾ ഞാൻ പിന്നെയും കൊണ്ട് മെല്ലെ ഇറങ്ങി നടന്നു കേട്ടോ. പിന്നെ നമ്മുടെ ആ ഭാഗത്ത് അവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമാട്ടോ, ഫ്ലാറ്റുകൾ ഇങ്ങനെ, ഇതൊക്കെ ഫുൾ ഫ്ലാറ്റുകളാണ് കേട്ടോ. വാടകയ്ക്കാണ് 8,000, 7,000, 5,000, 6,000 അങ്ങനെ പല റേറ്റിലും ഉണ്ട്. സ്വന്തം വീട് കുറവാന്ന് തോന്നുന്നു കേട്ടോ, ഒക്കെ പണയത്തിനും വാടകയ്ക്കും. ഈ കാണുന്നതൊക്കെ ചിലത് മാത്രമേ ഉള്ളൂ കേട്ടോ സ്വന്തം. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് സ്നാക്സ് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ, ബിസ്ക്കറ്റും മുട്ടായി വേണം പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഒരു നിൽക്കണ അവിടെ ഒരു ടാങ്ക് കണ്ടോ, ഒരു വലിയ ടാങ്ക് കേട്ടോ. നോക്ക്, ഞാൻ ഇന്നാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് ഈ ടാങ്ക്. ഞാൻ ആദ്യം വിചാരിച്ച് കിണറാണ് എന്നാണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ വലിയൊരു ടാങ്കാണ് കേട്ടോ. അപ്പോൾ അത് ഫ്ലാറ്റിലേക്കുള്ള വെള്ളമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ റോഡിൻ്റെ അവിടെ എത്താനായിട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് പറഞ്ഞാൽ റിയാസ്ക്ക് വന്നു കഴിഞ്ഞാൽ വേഗം പോകാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ റേഷൻ കടയിലേക്ക് ഇന്ന് പോകണം കേട്ടോ, അരിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ റിയാസ് പറഞ്ഞു റേഷൻ കാർഡും സെഞ്ചിയൊക്കെ എടുത്തോ, നമുക്ക് അങ്ങനെ നമ്മുടെ പിന്നെ രണ്ടാളെയും വിടുന്ന ഇതാട്ടോ സ്കൂള്, നമ്മുടെ റജുവിൻ്റെ റേസിൻ്റെ സ്കൂളാട്ടോ. ഇവിടെ 7 വരെ ഉള്ളൂ, തൊണ്ടുകുളം എന്ന് പറയും. അപ്പോൾ ഇവിടെ തന്നെ കേട്ടോ ഓറഞ്ച് മോളും പഠിച്ചത് 7 വരെ. അപ്പോൾ റജുക്കുട്ടിൻ്റെ ക്ലാസ് ആട്ടോ അത്. ഇവിടെ LKG UKG രണ്ടും കൂടെ ഒരു ക്ലാസ് ആട്ടോ, 2 ക്ലാസ്സാണ്. പിന്നെ ഇവൻ്റെ ക്ലാസ് പിന്നെ ഇപ്പുറത്തേക്കാണ് കേട്ടോ, ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആ ഭാഗത്ത് ഇതാണ് അവൻ്റെ ക്ലാസ്. ഇപ്പുറത്ത് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്ന ഇത്. പിന്നെ അങ്ങനെ ഇതാ ഫ്രണ്ട്, പിന്നെ ഇതിൻ്റെ തൊട്ട് തന്നെയാണ് റേഷൻ കട കേട്ടോ. റേഷൻ കട പിന്നെ വലിയ എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാമല്ലോ, അതുകൊണ്ട് പിന്നെ വലിയ സ്കൂളിൻ്റെ അടുത്തൊരു റേഷൻ കട ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ആയിട്ട് ഇവിടുന്ന് കേട്ടോ വാങ്ങണം സ്കൂളിൻ്റെ. അപ്പോൾ പിന്നെ വിടുകയും ചെയ്യുക വാങ്ങുകയും ചെയ്യാമല്ലോ. അപ്പോൾ നല്ല പ്രാവശ്യം കിട്ടിയ അരി നല്ല അരി കേട്ടോ. അപ്പോൾ നല്ല അരി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അരിയും ഒക്കെ മേടിച്ചിട്ട് ഞങ്ങളങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ ചോറുമൊക്കെ അരി കഴിഞ്ഞിരിക്കുകയായിരുന്നു, അപ്പോൾ അതും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ആട്ടയിലിരുന്ന് അവനെ കൊണ്ടാക്കിയിട്ടിട്ട് അങ്ങനെ ഫാത്തിമ വണ്ടിയിൽ ഒറ്റയ്ക്കല്ലേ, അപ്പോൾ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് വയലെടുത്തിട്ട് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഫാത്തിമക്കുട്ടിൻ്റെ സ്കൂളിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് സ്കൂൾ. ഇപ്പോൾ കുറേ 2-3 ദിവസത്തെ ലീവിന് ശേഷം വന്നതാണ്. ഇനി വീട്ടിൽ പോയിട്ടാണ് ബാക്കി പണി കേട്ടോ. അപ്പോൾ ഇന്നലെ വരുമ്പോൾ കുറച്ച് വാഴത്തോല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമാണ് വാഴത്തോല്. അപ്പോൾ അതൊന്ന് മുറിച്ച് ഉപ്പേരി വെക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൊണ്ടാട്ടത്തിരി ഇടണം. അപ്പോൾ ഞാനൊക്കെ മിക്സിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അന്ന് പാടും. പിന്നെ അതൊക്കെ ഒന്ന് കവറിലാക്കിയപ്പോൾ മറ്റേ പാല് വാങ്ങാത്തതുകൊണ്ട് പാൽ കവർ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേറൊരു പിക്കപ്പിലാക്കിയിട്ട് മുകളിൽ കയറാൻ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. അപ്പോൾ ഞാൻ പിടിച്ച് മെല്ലെ കയറുകയാണ്. എനിക്ക് പൊതുവെ പേടി കേട്ടോ മുകളിൽ കയറാൻ. നല്ല കാറ്റും ഉണ്ടാവും, കാറ്റത്ത് ചിലപ്പോൾ നമ്മൾ പറന്ന് പോകുന്നു തോന്നും കേട്ടോ. അപ്പോൾ കുട്ടികൾ പോകണ്ടാൻ വേണ്ടി തടുത്ത് വെച്ചിട്ട് ഒരു പലക വെച്ചിട്ട്, എന്നാലും റേസ് കുട്ടി ഇങ്ങനെ ഓടി കയറും മുകളിലേക്ക്. അപ്പം എനിക്ക് കത്തൽ തന്നെ പണി പേടിച്ചിട്ട്. കുട്ടികളുള്ളവിടെ ഭയങ്കര പേടിയാണ്. സ്റ്റെപ്പ് അടച്ചു വെച്ചാൽ അത് കയറി ചാടിപ്പോവും. പിന്നെ നേരത്തെ നമ്മുടെ തൊട്ടടുത്ത് താത്ത പച്ചരിയൊക്കെ ഉണക്കാൻ വെച്ച് 4-5 കല്ലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുള്ളത് കൊണ്ട് ഞാൻ കല്ലെടുക്കാണ്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നല്ലൊരു തുണി വിരിച്ചിട്ട് കുറേ ആയിട്ടോ ഞാനിങ്ങനെ കൊണ്ടാട്ടമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാനിന്ന് മെനക്കെട്ട് ഇറങ്ങിയതാട്ടോ ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഇതിങ്ങനെ ഉണക്കി വെറുതെ ചോറ് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു അളവൊന്നുമില്ല കേട്ടോ, അതിൽ വണ്ണത്തിൽ അങ്ങോട്ട് പീച്ചപ്പോൾ അങ്ങനെ വന്നു. ഇനിയിപ്പോൾ ഇത് ഉണങ്ങുമ്പോൾ അങ്ങോട്ട് സെറ്റാവും. അപ്പം ഞാൻ നല്ല കാറ്റും വെയിലും ഒക്കെ ഉണ്ട് കേട്ടോ. കുറേ കുമ്പിട്ട് നിൽക്കും, കുറേ കടക്കും, ഇങ്ങനെയൊക്കെ പീച്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണൊക്കെ ഇങ്ങനെ ഇരുട്ടടച്ച പോലെ ആയിട്ട് വെയിലത്ത് കുറേ നേരം തലതാത്തി നിന്നിട്ട്, പിന്നെ അതുമല്ല ഒന്നാമത്തത് ചെറുതായിട്ട് ഒരു പനി പോലെയൊക്കെ ഉണ്ട് എനിക്ക്. അങ്ങനെ ഇതാ ഞാൻ ചന്തം ഭംഗിയൊന്നും നോക്കിയില്ല കേട്ടോ. അപ്പം തുണി വിരിച്ചങ്ങോട്ട് തറാപ്പറാന്നങ്ങോട്ട് എഴുതാൻ തുടങ്ങി. അങ്ങനെ ഇതാ എനിക്കാവും പോലെയൊക്കെ ഞാൻ വരച്ചു കൂട്ടിയിട്ടുണ്ട് കേട്ടോ. തറാപ്പറാന്നൊക്കെ ഈ ഊന്നൊക്കെ അങ്ങനെയൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി പറന്ന് പോകാണ്ടിരുന്ന കാക്കിയും പരുന്തൊന്നും കൊണ്ടുപോകാണ്ടിരുന്ന നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വറുത്തിട്ട്. അപ്പോൾ ഇതൊന്ന് നല്ല ഉണങ്ങുമ്പോൾ, എത്ര ദിവസം ഉണങ്ങണമെന്ന് എനിക്കറിയില്ല, ഉണങ്ങുമ്പോൾ നമുക്ക് ഒരു ഏകദേശം പിടുത്തം കിട്ടുമല്ലോ.
അപ്പോൾ അങ്ങനെ എടുക്കുക. അങ്ങനെ നമ്മുടെ ആ പണി അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ താഴത്ത് ഇറങ്ങി പിന്നെ നോക്കുമ്പോൾ നമ്മുടെ മണി ട്രീയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കുട്ടികളെന്തോ വെള്ളം ഒഴിച്ച് കളയുക എന്തോ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ പറയാൻ ഇതൊക്കെ തന്നെ കേട്ടോ. പിന്നെ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ. അപ്പോൾ എന്താണ് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടി അരച്ചതിൻ്റെ മിക്സി ജാറ് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ. പിന്നെ നമ്മുടെ അക്വേറിയത്തിൽ കിണർ വെള്ളം കേട്ടോ. അത് നല്ല സ്മെല്ലാണ്. 2-3 ദിവസം കഴിഞ്ഞാൽ അപ്പത്തിന് മാറ്റണം. ഇല്ല പറഞ്ഞാൽ ഒരു ജാതി സ്മെല്ലാണ് കിണർ വെള്ളം ആകെ കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ പരിപ്പിച്ചാറും ചോറൊക്കെ ഉണ്ട്. പിന്നെ ഇതൊന്ന് ഉപ്പേരി വെക്കണം കേട്ടോ, വാഴത്തോല്. അപ്പോൾ അതൊന്ന് അടുപ്പിലാക്കിയതിന് ശേഷം അടിച്ചൊക്കെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു. അടിച്ച് വരാണ്ട് അലക്കാനുണ്ട് കുറച്ച്. അപ്പോൾ അത് റിൻഷിമോൾ വന്നിട്ട് യൂണിഫോമൊക്കെ ചേർത്തി അലക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ ഇതാ നമ്മുടെ വാഴത്തോല് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ഇന്ന് പരിപ്പിട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്ന് നമ്മൾ കടലപ്പരിപ്പിട്ടിട്ടാട്ടോ വെച്ച്. അപ്പോൾ ഇന്നിത്തിരി പരിപ്പിട്ടിട്ട് നല്ല ഇത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അടിച്ച് നല്ലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ട് കൂട്ടുക. അപ്പം നമ്മളിതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തോലൊക്കെ കിട്ടണവരിങ്ങനെ വെച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. പിന്നെ ഹെൽത്തി അല്ലേ, വാഴത്തോല് എല്ലാവരും കളയല്ലേ ചെയ്യല്ലേ. അപ്പം നല്ലൊരു ഇതാട്ടോ. ഞാൻ ഇന്നത്തിരി പരിപ്പിട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാ നമ്മളതൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇനി അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരാനുണ്ട് റൂമും ഒക്കെ. അപ്പോൾ അതും കൂടി മരിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വേറെ അടുക്കള പണിയൊന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം, അത്ര തന്നെ. പിന്നെ നമ്മുടെ കൊണ്ടാട്ടം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയി നോക്കണം കേട്ടോ. അല്ല പറഞ്ഞാൽ അത് കാറ്റത്ത് പറന്ന് പോയിട്ടുണ്ടോ അവിടെ ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും നോക്കാൻ. മേലെ കയറാൻ മടിയാട്ടോ, എന്നാലും പോയി നോക്കേണ്ടി വരും. അങ്ങനെ ഇതാ നമ്മൾ പാത്ര സ്റ്റാൻഡ് ഇപ്പുറത്തേക്ക് വെച്ചു കേട്ടോ. കുടങ്ങളൊക്കെ അപ്പുറത്തേക്കും വെച്ചു. അപ്പോൾ അടുക്കളൊക്കെ ഒന്ന് ഞാൻ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയതല്ല, മടി എന്ന് തന്നെ പറയാം. ചില സമയത്ത് ഭയങ്കര മടിയായിരിക്കും എന്താണ് ഫോണും കൊണ്ട് നടക്കാൻ. അല്ലെങ്കിൽ ഫോണിൽ ചാർജും ഉണ്ടാവില്ല, കുട്ടികളുടെ കയ്യിലായിരിക്കും ഫോണ്. അപ്പോൾ റൈസിനും ഫ്രിഡ്ജുമൊക്കെ ഫോൺ വേണം. TV അങ്ങനെ കാണൂല. ഒരു ഇടയ്ക്ക് ഇങ്ങനെ അവർക്ക് ബൊമ്മയോ ഗെയിമോ കളിക്കാൻ ഫോൺ വേണം കേട്ടോ. അപ്പോൾ അവൻ്റെ കയ്യിലായിരിക്കും. അങ്ങനെ പിന്നെ ചാർജ് ഇല്ലാണ്ടൊക്കെ ആകുമ്പോൾ ഇനി വീഡിയോ എടുക്കാൻ ദേഷ്യം വരും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനും പറ്റിയില്ല. പിന്നെ ഇടയിൽ ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ചാറൊന്ന് വേറെ പാത്രത്തിലേക്കാക്കി തിളപ്പിക്കാൻ പോകാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് കേട് വരും, നമുക്ക് ഉച്ചക്ക് കൂട്ടാൻ പറ്റാണ്ടാവും. അങ്ങനെ ഇതാ പിന്നെ ഇതാ ചാറ് തിളപ്പിച്ച് വെച്ചതാണ്. അപ്പോൾ പാത്രം മാറ്റിയെന്ന് മാത്രം. ഇപ്പോൾ മണത്ത് നോക്കട്ടെ. എനിക്ക് പരിപ്പിച്ചാറിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാട്ടോ. അതപ്പോൾ ഇങ്ങനെ മണത്ത് നോക്കിയത്. അങ്ങനെ ഇതാ കുക്കറിൽ നമ്മൾ വാഴത്തോലുപ്പേരി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണ്, ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരണം. തേങ്ങ ഒന്ന് ചിരവണം കേട്ടോ. അതിലേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ചൊന്ന് ചേർത്തണം. അങ്ങനെ അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് ഇനി ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ ഇതും കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, നമുക്ക് ഇതാക്കാനൊക്കെ. പിന്നെ കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ അടുപ്പത്തിട്ടൊക്കെ ഒന്ന് തുടച്ചിട്ട് അവിടെയൊക്കെ അടിച്ച് വാരിയിട്ട് വേണമെങ്കിൽ തേങ്ങയൊക്കെ ചിരണ്ടി ചേർത്താൻ കേട്ടോ. പിന്നെന്താണ്, പിന്നെ നമ്മുടെ മുളയൊക്കെ ഒന്ന് വെട്ടിയത് നോക്കാൻ വേണ്ടി ഹൗസ് ഓണർ വന്നിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ പകുതിയേ വെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇനിയും വെട്ടാൻ ആൾ വരും തോന്നുന്നു കേട്ടോ, എന്താ അറിയില്ല. ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അധികം തന്നെ സംസാരിക്കാൻ നിന്നു. ഞാൻ കുട്ടികളെയും കൊണ്ട് പോകണ കാരണം സംസാരിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ അപ്പോൾ ഞാൻ ഇത് അടുപ്പത്തിട്ടൊക്കെ ഒന്ന് തുടച്ച് വിടുക കേട്ടോ. ഇനി കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാതെ, പിന്നെ കഴുകാമെന്ന് വിചാരിച്ചു. ഇനി അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി വിടട്ടെ വിചാരിച്ചു. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ റിയാസ്ക വരും, ചോറ് കഴിക്കാൻ വരും. അപ്പോൾ റിയാസ്കാക്ക് പിന്നെ വാഴത്തോലൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ. റിയാസ്കാക്ക് പരിപ്പിച്ചാറും പപ്പടം പൊരിച്ചതും കിട്ടിയാൽ മതി. അപ്പം എനിക്കും ഉമ്മയും ഞാനും തന്നെ കേട്ടോ തിന്നത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഞാൻ ഇതും കൂട്ടി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെറിയൊരു എന്താ പറയുക, ജലദോഷവും തൊണ്ടവേദനയൊക്കെ പോലുണ്ട്. അപ്പോൾ ചൂടുവെള്ളം തന്നെ കേട്ടോ കുടിക്കണം, പച്ചവെള്ളം കുടിക്കണില്ല. പച്ചവെള്ളം കുടിച്ചാൽ ചിലപ്പോൾ അധികമാവും. അപ്പോൾ ഇതാ തേങ്ങ പകുതി ചിരണ്ടിയിട്ടുണ്ട്. ഇനി ബാക്കി അടിക്കൽ കഴിഞ്ഞിട്ട് കുറച്ച് തുണിയുണ്ട് മടക്കാൻ. അപ്പം ഇനി അതൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് റിയാസ്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ റിയാസ്കക്ക് പരിപ്പിച്ചാറും പപ്പടം പൊരിച്ചതും ചോറും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. വന്നപാടും കഴിച്ച് പിന്നെ അങ്ങനെ ഇരുന്ന്
രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് മൂപ്പർക്ക് നല്ല വിശന്നിക്കണം. അപ്പോൾ ഒരു ചായ മാത്രം കുടിച്ചിട്ട് പോയതല്ലേ. അപ്പോൾ ഇന്ന് നാശ്ത ഒന്നും തിന്നാനും വന്നില്ല. അപ്പോൾ ചോറ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അതാ റൂമൊക്കെ തുണികളൊക്കെ ഒന്ന് മടക്കി ബെഡൊക്കെ എടുത്ത് വെച്ച് ഒന്ന് അടിച്ചു വിടുക കേട്ടോ. പിന്നെന്താണ്, അങ്ങനെ അടിച്ചു വിടുക. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാനായിട്ട്. അപ്പോൾ വീഡിയോ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ.